നമസ്കാരം, വെൽക്കം ടു ദ എസ് കെ ടോക്സ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സ്ലഗിഷ് മൂവ്മെന്റിനെ കുറിച്ചാണ്. സ്ലഗിഷ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്ലഗിഷ് മൂവ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. സ്ലഗിഷ് മൂവ്മെന്റും ജെർക്കി മൂവ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആദ്യം സ്ലഗിഷ് മൂവ്മെന്റിനെ കുറിച്ച് നോക്കാം. ആദ്യം സ്ലഗിഷ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയണം. സ്ലഗിഷ് എന്ന് പറഞ്ഞാൽ തെന്നി പോവുക, ഒഴുകി ഇറങ്ങുക, ഇങ്ങനെയൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. സ്ലഗിഷ്, തെന്നുക, ലൂസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഈ സ്ലഗിഷ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്. നമുക്കൊന്ന് നോക്കാതെ എന്താണെന്ന്. ഇത് ടൈപ്പ് റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാല് ഈ നോട്ടൊന്ന് പോസ് ചെയ്ത് എഴുതിയെടുക്കണം കേട്ടോ. നോക്കൂ, കോസസ് ഓഫ് സ്ലഗിഷ് മൂവ്മെന്റ് ഓഫ് കാരേജ്. കാരേജിലാണ് സംഭവിക്കുക. നമ്മുടെ ടൈപ്പ് മെഷീനിലെ നമ്മുടെ ടൈപ്പ് മെഷീന്റെ മുകളിലത്തെ ഭാഗം, ചലിക്കുന്ന ഭാഗം, അതിന്റെ പേരെന്താ? കാരേജ്. അപ്പൊ ആ കാരേജിനുണ്ടാവുന്ന സ്ലഗിഷ് മൂവ്മെന്റ്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടപ്പേ 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 എന്ന് കറക്റ്റ് ആയിട്ട് ഈ കാരേജ് നീങ്ങുന്നതിന് പകരം കാരേജ് ഇങ്ങനെ ഇഴഞ്ഞു വരിക. അതിന്റെ കാരണം എന്താ? കോസസ്, കാരണങ്ങൾ. Causes of sluggish movement of carriage. ഒന്ന്, ലോ ടെൻഷൻ ഓഫ് ദ മെയിൻ സ്പ്രിംഗ്. മെയിൻ സ്പ്രിങ്ങിനെ പറ്റി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഹാർട്ട് ഓഫ് ദി ടൈപ്പ് റൈറ്റർ. അത് ഈ അകത്ത് ലോഹ തകിട് കൊണ്ട് ചുറ്റി തിരിച്ചൊക്കെയാണ് വെച്ചേക്കുന്നത്. അതിന്റെ ലോ ടെൻഷൻ, അതിന് ടെൻഷൻ കുറവാണ്. ആ ലോ മെയിൻ സ്പ്രിങ്ങിന് ഒരു സ്ക്രൂ ഉണ്ട്, മെയിൻ സ്പ്രിങ് സ്ക്രൂ എന്ന് പറയും. ആ സ്ക്രൂ വെച്ച് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിയും. റെക്ടിഫൈ എന്ന് പറഞ്ഞാൽ ക്രമപ്പെടുത്താൻ കഴിയും. അപ്പൊ മെയിൻ സ്പ്രിങ്ങിന്റെ ലോ ടെൻഷൻ അല്ലെങ്കിൽ അയഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ കാരേജ് നീങ്ങത്തില്ല. കാരേജ് നീങ്ങും, എങ്ങനെ? ഇഴഞ്ഞേ നീങ്ങത്തുള്ളൂ. അതുപോലെ ഓയിൽ ക്ലോജ് ഇൻ ദ വെയർ റോഡ് ചാനൽ. അത് ക്ലോജ് അല്ലെങ്കിൽ ക്ലോഗ്, നമ്മൾ ക്ലോഗ് എന്നാ പറയുക. ഓയിൽ ക്ലോഗ്. ക്ലോഗ് എന്ന് പറഞ്ഞാൽ കട്ട പിടിക്കുക എന്ന അർത്ഥം. ക്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? കട്ട പിടിക്കുക. അതായത് വെയർ റോഡ് ചാനൽ എന്ന് പറഞ്ഞാൽ എന്നാ അറിയാമോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ടൈപ്പ് മെഷീൻ. ടൈപ്പ് മെഷീന്റെ പുറത്തിരിക്കുന്ന കാരേജ്. കാരേജ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത്. കാരേജ് എന്തിന്റെ പുറത്തായിരിക്കുന്നത്? പീനിയൻ വീലിന്റെ പുറത്താണ് ഇരിക്കുന്നത്. കാരേജ് വെറുതെ എടുത്ത് വെച്ചാൽ മതിയോ പീനിയൻ വീലിന്റെ പുറത്ത്? അല്ല. ഈ കാരേജ് എന്ന് പറയുന്ന സംഗതിക്കകത്ത് ഒരു വെയർ റോഡ് ചാനൽ ഉണ്ട്. മീൻസ് ഒരു കമ്പിയുണ്ട്. ആ കമ്പി എന്ന് പറയുന്നത് ഒരു ചെറിയ റെയിൽ പോലെ, ചെറിയ പൽചക്രം പോലെ. അതിന്റെ പുറത്താണ് ഈ പീനിയൻ വീൽ ഇരിക്കുന്നത്. അപ്പൊ അവിടെ എണ്ണ കട്ട പിടിച്ചിരുന്ന ഇത് നീങ്ങുമോ? തെന്നും. ഒരുമാതിരി തെന്നി ഒഴുകി കാരേജ്. അതാ പറഞ്ഞേ, ഓയിൽ ക്ലോഗ് ഇൻ ദ വെയർ റോഡ് ചാനൽ. വെയർ റോഡ് ചാനൽ. ഓക്കെ, എണ്ണ കട്ട പിടിച്ചിരിക്കുന്നത്. പിന്നെ അത് ലോ ടെൻഷൻ ഓഫ് ദ ലൂസ് ഡോഗ് സ്പ്രിങ്. ലൂസ് ഡോഗ് സ്പ്രിങ് നിങ്ങൾക്ക് അറിയാവോ? ഞാൻ റോക്കർ മെക്കാനിസം എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും കാണണം. അതിനകത്ത് ലൂസ് ഡോഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ലൂസ് ഡോഗ് എന്ന് പറഞ്ഞാൽ ഈ റോക്കർ മെക്കാനിസത്തിനകത്ത്, മീൻസ് പീനിയൻ വീല്, എസ്കേപ്മെന്റ് വീല്, ലൂസ് ഡോഗ്, റിജിഡ് ഡോഗ്. ഇതിനകത്ത് ലൂസ് ഡോഗ് ഏത് സമയം നോക്കിയാലും ഈ എസ്കേപ്മെന്റ് വീലിൽ പറ്റിപ്പിടിച്ചു കിടക്കും. ഈ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ലൂസ് ഡോഗിന് ഒരു അയഞ്ഞ സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് ടെൻസ്ഡ് അല്ലെങ്കിൽ, അതായത് ടെൻഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ, അത് അയഞ്ഞിരുന്നാലും ഈ കാരേജ് ഇഴയും. അതിന്റെ ഒരു ടെക്നിക്കൽ വശം ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾ മനസ്സിൽ കാണും. കാരേജിന് ഏത് സമയവും ഒരൊറ്റ ചിന്തയുള്ളൂ. എന്തുവാ? എപ്പോഴും ഇടത്തോട്ട് പോവുക എന്നുള്ളൊരു ചിന്തയുള്ളൂ. കാരണം ഈ മെയിൻ സ്പ്രിങ് വലിച്ചു മുറുക്കി വെച്ചിരിക്കുകയല്ലേ. മെയിൻ സ്പ്രിങ്ങിൽ നിന്നൊരു ഡ്രോ കോഡ് കാരേജിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. കാരേജിന് എപ്പോഴും അങ്ങോട്ട് പോകണം, ലെഫ്റ്റിലോട്ട് പോകണം എന്നൊരു ചിന്തയുള്ളൂ. പരീക്ഷയ്ക്ക് ചോദിക്കും, കാരേജ് ഏത് സൈഡിലാണ് സ്വാഭാവികമായിട്ട് മൂവ് ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡിലോ? ഇങ്ങനെ ഈ മൂവ് ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്ന ആരാ? ലൂസ് ഡോഗ. ഈ ലൂസ് ഡോഗിന്റെ ഒരു സ്പ്രിങ് ഉള്ളത് കൊണ്ടാ ഇവൻ കറക്റ്റ് ആയിട്ട് കിടക്കുന്നത്. ഈ ലൂസ് ഡോഗ് സ്പ്രിങ് അയഞ്ഞിരുന്നാലോ ലൂസ് ഡോഗിന് ബലം കാണത്തില്ല. ബലം കാണാതെ വന്നാൽ എസ്കേപ്മെന്റ് വീല് തിരിയും. അതനുസരിച്ച് ഈ കാരേജ് ഇടത്തോട്ട് പോകാനുള്ളൊരു മൂവ്മെന്റ് കാണിക്കും. മൂവ്മെന്റ് ആണെങ്കിൽ ഇഴയും. അപ്പോഴും എന്തുണ്ടാവും? സ്ലഗിഷ് മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ സ്ലഗിഷ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ 3 കാരണങ്ങളാണ് ഏറ്റവും പ്രധാനം. ലോ ടെൻഷൻ ഓഫ് ദ മെയിൻ സ്പ്രിംഗ്, ഓയിൽ ക്ലോഗ് ഇൻ ദ വെയർ റോഡ് ചാനൽ, ലോ ടെൻഷൻ ഓഫ് ദ ലൂസ് ഡോഗ് സ്പ്രിംഗ്. അടുത്ത വീഡിയോയില് ജെർക്കി മൂവ്മെന്റിനെ പറ്റി പറയും. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഫുൾ മാർക്ക് നമുക്ക് മേടിക്കണം. ഓക്കെ.